അരളിപ്പൂവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ചർച്ചകൾ ഇപ്പോൾ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അരളിപ്പൂവുമായി ബന്ധപ്പെട്ടിട്ട് പലപ്പോഴും പലരും നിരവധി സംശയങ്ങൾ നമ്മളോട് വിളിച്ച് ചോദിക്കുകയും ഒക്കെ ഉണ്ടായ സാഹചര്യത്തിലാണ് ഈ വീഡിയോ ചെയ്തത്. യഥാർത്ഥത്തിൽ അരളിപ്പൂ വിഷമുള്ളതാണ്. ഇതിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ഒരു ചെറിയൊരു ചരിത്രം നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ 35 വർഷത്തോളമായിട്ട് പൂജ ചെയ്തു വരുന്ന ഒരാളാണ്. നമ്മൾ ആദ്യകാലങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പൊക്കെ എന്ന് പറയുമ്പോൾ പലപ്പോഴും കുഞ്ഞുനാളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാത് സ്ഥലങ്ങളിലുള്ള നിരവധി പുഷ്പങ്ങൾ അതുകൊണ്ടായിരുന്നു നമ്മൾ പൂജയെല്ലാം ചെയ്തിരുന്നത്. അത് പട്ടണങ്ങളിലായിക്കോട്ടെ ഗ്രാമപ്രദേശങ്ങളിലായിക്കോട്ടെ എവിടെയാണെങ്കിലും അങ്ങനെ തന്നെയായിരുന്നു പതിവ്. എന്നാൽ പിന്നീട് വിശേഷാലുള്ള പൂജകൾ അല്ലെങ്കിൽ ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ ഇത്തരത്തിൽ ഈ അരളി വാങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം സംജാതമായി. അതിനുശേഷം ചില ഗ്രാമപ്രദേശങ്ങൾ ഒഴികെ മറ്റ് പല സ്ഥലങ്ങളിലും നിത്യപൂജയ്ക്ക് തന്നെ ഇത്തരത്തിൽ ഈ പൂ വാങ്ങിച്ച് വില കൊടുത്ത് വാങ്ങി എടുക്കേണ്ടുന്ന ഒരു സാഹചര്യം സംജാതമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് പഴയ കാലങ്ങളിൽ എൻ്റെയൊക്കെ ഓർമ്മയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ആ പ്രദേശത്ത് നിരവധി സ്ഥലങ്ങളിൽ വേലി ഒക്കെ ഉണ്ടാവും, പത്തല കൊണ്ടുള്ള വേലിയൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള വേലിയുടെയൊക്കെ അല്ലെങ്കിൽ വേലിയോട് ചേർന്ന് നിരവധി ചെത്തി, ചെമ്പരത്തി, മന്ദാരം, തുളസി മുതലായ പുഷ്പങ്ങൾ നിരവധി ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്ക് ആ പോകുന്നവർക്ക് പോലും ആരുടെയും അനുവാദമൊന്നും വേണ്ട, പറിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ കൊണ്ട് സമർപ്പിക്കും. അങ്ങനെ നിരവധി പുഷ്പങ്ങൾ ക്ഷേത്രങ്ങളിൽ കിട്ടിയിരുന്നു. എന്നാൽ കാലക്രമത്തിൽ നമ്മളുടെ വേലിയെല്ലാം അപ്രത്യക്ഷമായി എല്ലാം മതിലുകളായിട്ട് മാറി. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഈ പുഷ്പങ്ങളെല്ലാം അവിടെ നിന്ന് വെട്ടിമാറ്റപ്പെട്ടു. അങ്ങനെ പുഷ്പത്തിന് ഒരു വലിയ ലഭ്യത കുറവ് വന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു കൃഷിയിലൂടെ വരുന്ന ഈ അരളിപ്പൂ നമ്മുടെ കേരളത്തിൽ വ്യാപകമായിട്ട് ഉപയോഗിക്കാനുണ്ടായ സാഹചര്യം. ഇനി ഇതിൻ്റെ നമ്മൾ പൂജയുടെ ആ വിധാനത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ മൂർത്തിക്കും അവരവരുടേതായിട്ടുള്ള സ്വഭാവ അല്ലെങ്കിൽ ഭാവ വ്യത്യാസം അനുസരിച്ചിട്ടുള്ള പുഷ്പങ്ങൾ പറയാറുണ്ട്. ഇപ്പോൾ വിഷ്ണു ഭഗവാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രശസ്തമായ ഒരു പാട്ടുണ്ട്, ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. അപ്പോൾ ഈ പാട്ടിലെല്ലാം പറയുന്നത് ഇത്തരത്തില് ചെത്തി, മന്ദാരം, തുളസി മുതലായ പുഷ്പങ്ങളാണ് ഭഗവാൻ മഹാവിഷ്ണുവിന് പ്രിയകരമായിട്ട് അറിയപ്പെടുന്നത്. അവിടെ പലപ്പോഴും ചെമ്പരത്തി പോലുള്ള പുഷ്പങ്ങൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ വീരരാമ സങ്കല്പത്തിൽ അല്ലെങ്കിൽ നരസിംഹമൂർത്തിയുടെ സങ്കല്പത്തിലൊക്കെയാണ് പ്രതിഷ്ഠയെങ്കിൽ അവിടെ ചെമ്പരത്തിപ്പൂവിന് വലിയ പ്രാധാന്യം. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ഭദ്രകാളി, നമുക്കറിയാം ചെമ്പരത്തി എന്ന് പറയുന്ന ഭദ്രകാളിക്ക് വളരെ പ്രിയകരമായിട്ടുള്ള പുഷ്പമാണ്. അപ്പോൾ സത്വരജ തമോ ഗുണങ്ങളെ ഭേദപ്പെടുത്തി ഈ പുഷ്പങ്ങളെ നിർണ്ണയിക്കുകയും അത്തരത്തിൽ ആ പുഷ്പങ്ങളെ പൂജയ്ക്കെടുക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് പൊതുവെ കണ്ടുവരാറ്. എന്നാൽ നമ്മളിതിനകത്ത് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സംഗതി, ഈ പുഷ്പങ്ങൾ പലപ്പോഴും നമ്മൾ അതിൻ്റെ ആയുർവേദ അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ പുഷ്പങ്ങൾ പലതും ഔഷധങ്ങളാണെന്ന് കാണുന്നത്. ഇപ്പം ശംഖുപുഷ്പം ഒരു പ്രധാനപ്പെട്ട ഔഷധമാണ്. ശംഖുപുഷ്പം കൊണ്ട് ചായ ഉണ്ടാക്കി കുടിക്കാറുണ്ട്. നീല ശംഖുപുഷ്പം, ഈ വെള്ള ശംഖുപുഷ്പവും നീല ശംഖുപുഷ്പവും ആ പുഷ്പങ്ങളും അതിൻ്റെ പേരുമെല്ലാം പ്രധാനപ്പെട്ട മരുന്നായിട്ട് ആയുർവേദത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഇതേപോലെ നമ്മൾ അശോകജത്തി എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ അശോകജത്തി പ്രധാന ചേരുവയായിട്ടുള്ള ഒരു മരുന്നാണ് അശോകാസനം എന്ന് പറയുന്നത്. ഇത് സ്ത്രീകളുടെ പലതരത്തിലുള്ള അസുഖങ്ങൾക്കുമുള്ള മരുന്നായിട്ട് പറയപ്പെടുന്നു. അപ്പൊ ഇത് തന്നെ ഈ പാലില് അശോകജത്തിയുടെ മൊട്ട് പാലില് അരച്ച് കഴിക്കാറുണ്ട്. അതേപോലെ ചെത്തിപ്പൂ, ഇത്തരത്തില് ഈ പുഷ്പങ്ങളെല്ലാം തന്നെ പലപ്പോഴും മരുന്നുകളായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നു. എന്നാൽ ഈ പുഷ്പങ്ങൾ എല്ലാം നമ്മൾ നേരിട്ട് കഴിക്കാറില്ല. കൂളത്തിൽ നമുക്ക് കഴിക്കാം, പക്ഷേ പ്രഷർ കുറവുള്ളത് കൂളത്തിൽ കഴിക്കുന്നത് അത്ര നല്ലതല്ല. കാരണം അത് പ്രഷറിനെ കുറയ്ക്കുന്നത്. അതേപോലെ തുളസി നമ്മൾ പലപ്പോഴും അത് ഒരുപാട് കഴിക്കാൻ പാടില്ല എന്നാണ്. കഴിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ തിളപ്പിച്ച വെള്ളം കുടിക്കാറുണ്ട്. അതേപോലെ തീർത്ഥത്തിലാണെങ്കിലും തുളസിയിട്ടാണ് കൊടുക്കാറുള്ളത്. അത് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് കാരണം ചവച്ചരച്ച് കഴിക്കുമ്പോൾ
പല്ലിൻ്റെ ഇനാമൽ നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ് അങ്ങനെ പറയാറ്. അപ്പം അതുകൊണ്ട് തുളസി അങ്ങനെ അമിതമായിട്ട് ആരും ചവച്ചരച്ച് കഴിക്കാറില്ല. ഇത്തരത്തിൽ പൂവളത്തിലുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ചെത്തിപ്പൂവ് പലപ്പോഴും പലരും കഴിക്കാറുണ്ട്. അതിന് വലിയ ദോഷമൊന്നുമായിട്ട് പറയുന്നില്ല. നമ്മൾ അശോകചത്തിയുടെ കാര്യം നമ്മൾ പറഞ്ഞു, ശംഖുപുഷ്പത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇത്തരത്തിൽ ശംഖുപുഷ്പവും ആരും നേരിട്ട് പുഷ്പമായിട്ട് കഴിക്കാറ്. ഇനി നമ്മൾ എപ്പോഴും കാണാനുള്ള ഈ റോസാപ്പൂ, അത് പോലും നമ്മളങ്ങനെ റോസ, മുല്ല ഇതൊന്നും നമ്മളങ്ങനെ കഴിക്കാറില്ല. എന്നാൽ ഈ റോസ ഉണക്കിയിട്ട് അത് തേയിലയിൽ ചേർത്ത് പനിനീർ ചായയായിട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതി നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പം നമ്മൾ മൂന്നാറിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആ തേയില ഫാക്ടറികളിലൊക്കെ നമുക്ക് ഇത്തരത്തിൽ പനിനീർ ചായ ഉള്ളിൽ പലപ്പോഴും അത് കിട്ടാതെ. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുക. എന്നാൽ ഈ പുഷ്പങ്ങളുടെ ഇപ്പം മുല്ല, പിച്ചി, ചെമ്പകം ഇത്തരത്തിലുള്ള പുഷ്പങ്ങളെല്ലാം പലപ്പോഴും ഈ സുഗന്ധ അല്ലെങ്കിൽ പെർഫ്യൂമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതൽ അതിൻ്റെ ഉപയോഗിക്കുന്നത്. നമുക്ക് പെർഫ്യൂം, ചന്ദനത്തിരി പോലുള്ള സംഗതികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് കാണുന്നത്. എന്നാലും ഇത് പലപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതങ്ങനെ കഴിക്കുന്ന ഒരു രീതി വളരെ ഇതൊന്നും അങ്ങനെ ആചാര്യന്മാരത് പറഞ്ഞിട്ടുമില്ല. ആരും അങ്ങനെ പഴയ കാലം തൊട്ടേ തന്നെ അതിനെ കഴിക്കാറുമില്ല. അകപ്പാടെ കഴിക്കുന്നത് ഈ പറഞ്ഞ പോലെ പ്രസാദമായിട്ട് കിട്ടുമ്പോൾ അതിൻ്റെ ചെത്തിയോ തുളസിയോ ഉണ്ടെങ്കിൽ കഴിക്കും. അതേപോലെ നമുക്ക് ഈ കൂടത്തിൽ കഴിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ളത് മാത്രമേ നമ്മൾ കഴിക്കാറുള്ളൂ. പ്രത്യേകിച്ച് ഈ പറയുന്ന നന്ദ്യാർവട്ടം, അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു രൂപമാണ് നന്ദ്യാർവട്ടം. നന്ദ്യാർവട്ടം തന്നെ ഇതിൻ്റെ കുറ്റി നന്ദ്യാർവട്ടമായിട്ടുള്ള നന്ദ്യാർവട്ടം, അത് വെള്ളത്തിലിട്ട് അതിൻ്റെ ഞെടുപ്പ് വരെ കളഞ്ഞിട്ട് വേണം അത് വെള്ളത്തിലിട്ട് നല്ല ശുദ്ധമായ വെള്ളമാണെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിലിട്ട് അത് നന്നായിട്ട് പിഴിഞ്ഞ് അത് അരിച്ച് കണ്ണിൽ ചെക്കണ്ണ് പോലുള്ള അസുഖങ്ങൾക്ക് പണ്ട് ഒഴിക്കാറുണ്ടായിരുന്നു. അതും നമ്മൾ പുഷ്പമായിട്ട് നമ്മൾ നേരിട്ട് കഴിക്കാറില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് തന്നെ ഇതിൻ്റെ ഈ ഉപയോഗങ്ങളെല്ലാം അറിയാമായിരുന്നവർ പോലും ഇത്തരത്തിലത് കഴിക്കുന്നതായിട്ട് നമുക്ക് അറിയില്ല. അങ്ങനെ പറഞ്ഞ് നമ്മൾ കേട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടുന്ന പുഷ്പങ്ങളൊന്നും തന്നെ കഴിക്കുവാനുള്ളതല്ല എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് മാത്രമല്ല, പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സ്ഥിതി, ഓരോന്നിൻ്റെയും ഓരോ കാര്യങ്ങൾ നോക്കുമ്പോൾ അതെല്ലാം ചില പലപ്പോഴും ഔഷധങ്ങളായിട്ട് ഉപയോഗിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഇതെല്ലാം ചില വിഷമാണ് എന്നതുകൂടി പലപ്പോഴും പലരും പറയാറുണ്ട്. ഒരു തരത്തിലത് സത്യമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന പല മരുന്നുകളും, പുഷ്പങ്ങൾ മാത്രമല്ല പല മരുന്നുകളും പലപ്പോഴും അത് മരുന്നുകളൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പം പഴയ കാലങ്ങളിലൊക്കെ നിരവധി സ്ഥലങ്ങളിൽ കണ്ടുകൊണ്ടിരുന്ന മുതലങ്ങ അരച്ച് കഴിച്ച് മരിക്കാൻ ശ്രമിച്ചവർ പലരും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴത് കാണാനില്ല കേരളത്തിൽ പലപ്പോഴും. അപ്പോൾ അതൊക്കെ തന്നെ മരുന്നുകളായിട്ട് ഉപയോഗിക്കാറുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം ഇത്തരത്തിൽ അതെല്ലാം ശുദ്ധി ചെയ്താണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അത് മരുന്നായിട്ട് നമ്മൾ എടുക്കുമ്പോൾ അത് വളരെ നീറ്റി ശുദ്ധി ചെയ്ത് അതിൻ്റെ ക്രമത്തിലൊക്കെ ചെയ്തിട്ട് വരുമ്പോഴാണ് അത് നമുക്കൊന്ന് മരുന്നായിട്ട് മാറ്റുവാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ കറയുള്ള ഈ പുഷ്പങ്ങളെല്ലാം ഈ നാടൻ അരളി, ഒരു മഞ്ഞ കോളാമ്പി പോലത്തെ പൂവിൻ്റെ നല്ല തിളങ്ങുന്ന മഞ്ഞയായിട്ടുള്ള ഒരു അരളി, നാടൻ അരളി എന്ന് പറയും, വലിയ മരമാകുന്നതാണ്. ആ അരളിപ്പൂവിൻ്റെ മുട്ട് ഈ പഴയ കാലത്തൊക്കെ ചില കുട്ടികൾ ഈ മുറുക്കാനകത്ത് ഇതുകൂടെ വെച്ച് ചില വലിയ ആൾക്കാർക്ക് കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു പെട്ടെന്ന് തലകറങ്ങ് വെച്ച്. അപ്പം അത്ര ശരിക്കും അരളിപ്പൂ പഴയ കാലം തൊട്ടേ തന്നെ എല്ലാവരും പറയാറുള്ളതാണ് അത് വിഷമുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നെല്ലാം നമ്മുടെ പുഷ്പത്തിൻ്റെ ഉപയോഗം എങ്ങനെ വേണമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമ്മൾ പൂജയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പൂജ ചെയ്യേണ്ടത് വളരെ ശ്രദ്ധയോടെ ചെയ്യണമെന്നാണ് പറയുന്നത്. നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും ചെത്തിപ്പൂവൊക്കെ അതിൻ്റെ നാര് വരെ കളഞ്ഞിട്ടാണ് ഭൂമിക്കാനായിട്ട് എടുക്കാറുള്ളത്. കാരണം അത്ര ശ്രദ്ധയോടെ ചെയ്യണമെന്നാണ്. ഇപ്പം ഞാനൊക്കെ കൊച്ചിലെ തന്നെ പൂജയൊക്കെ പോകുമ്പോൾ നമ്മുടെ ഗുരുനാഥനൊക്കെ അവരൊക്കെ ഈ നന്ദ്യാർവട്ടത്തിൻ്റെയൊക്കെ ആണെങ്കിൽ ആ മുട്ട് വരെ കളഞ്ഞിട്ടേ ഒരു പൂജയ്ക്ക് എടുക്കാറ്. അങ്ങനെ ഒരെണ്ണം ഉണ്ടെങ്കിൽ പോലും അതുവരെ കളഞ്ഞിട്ടേ ഭഗവാന്റെ പാദത്തിലേക്ക് സമർപ്പിക്കുകയും പോലും ചെയ്യാറ്. അപ്പം അത്ര ശ്രദ്ധയോടെയാണ് നമ്മൾ ഈ പൂജകൾ ചെയ്യേണ്ടത് എന്നർത്ഥം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് പുഷ്പങ്ങൾ സമർപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു കാര്യം, ഇത് എല്ലാ തരത്തിലുള്ള സംഗതി നമ്മളെല്ലാവരും കഴിക്കുന്നതാണ് പാലെന്ന് പറയുന്നത്. അതും അമൃതമായി അധികമായി കഴിക്കാൻ വിഷമാണെന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് അമൃതം അധികമായ വിഷമാണെന്ന് പറയുന്നത്. പാല് നമ്മൾ ഒരുപാട് കുടിച്ചു കഴിഞ്ഞാൽ, അതേപോലെ ഈ മഞ്ഞൾപ്പൊടി
ഒക്കെ പാലിലിട്ട് കഴിക്കാറുണ്ട് പലരും. അത് വളരെ നല്ലതാണ്, ശരീരത്തിന് വളരെ നല്ലത്. പക്ഷെ മഞ്ഞൾപ്പൊടി അളവിൽ കൂടിയാൽ അത് വയറിളകും. അതേപോലെ കുങ്കുമപ്പൂ വെളുക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് നമ്മൾ പലപ്പോഴും പാലിൽ അത് ചേർത്ത് ഉപയോഗിക്കാറുണ്ട്. വളരെ ചെറിയ നിലയിലാണ് അത് ഉപയോഗിക്കേണ്ടത്. എന്നാൽ അതിന് അളവ് കൂടിക്കഴിഞ്ഞാൽ അതും ഇത്തരത്തിൽ വയറിന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പറയുന്നത് എല്ലാത്തിൻ്റെയും ഉപയോഗം ഒരു ക്രമത്തിൽ മാത്രമേ ആകാൻ പാടുള്ളൂ എന്ന് തന്നെയാണ്. ഒന്നും അമിതമായിട്ട് വേണ്ട എന്നുള്ളതിൽ തന്നെയാണ് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത് എന്നത് കൂടി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് പിന്നെ ഇപ്പം ഈ വിഷയത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, അപ്പോൾ അരളിപ്പൂ പൂജയ്ക്ക് എടുക്കാൻ പാടില്ലേ എന്നൊക്കെ ചോദിച്ചാൽ, എടുക്കേണ്ടുന്ന മൂർത്തികൾക്ക് അതെടുക്കാം. അത് എടുക്കുന്നത് കൊണ്ട് യാതൊരു ദോഷവുമില്ല, അതിനകത്ത് യാതൊരു തരത്തിലുള്ള അപാകതയും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കും. ഇനിയിപ്പോൾ നമ്മൾ ഈ അരളിപ്പൂ വേണ്ട എന്ന് നമ്മൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ വിപണിയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പൂവ് ഏതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പൂവായിരിക്കും പിന്നീട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് നിരവധി മരുന്നുകളുമൊക്കെ അടിച്ചിട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെയും അവസ്ഥ ഇത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഈ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളെല്ലാം കൂടി ഉണ്ടാക്കുന്നത് തന്നെ എന്തിനെ ലക്ഷ്യം വെച്ചിട്ടാണ് എന്നത് പോലും സംശയം ഉറപ്പാക്കുന്ന ഒരു സംഗതിയാണ്. കാരണം അത്ര ഭീകരമായിട്ടുള്ള പ്രചരണം ഒരു പോകുന്നു എന്ന് പറഞ്ഞതിനെ തുടർന്നുള്ള കാര്യങ്ങൾ തികച്ചും സനാതനധർമ്മത്തിൻ്റെ കാര്യങ്ങളെ അറ്റാക്ക് ചെയ്യുവാൻ വേണ്ടി തന്നെയാണോ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് എന്നത് തന്നെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കും. ഇത്തരത്തിൽ ആ പുഷ്പം കഴിച്ച് അതുകൊണ്ടാണ് മരിച്ചതെങ്കിൽ അല്ലെങ്കിലും തന്നെ അതൊരു നമുക്ക് തീർച്ചയായിട്ടും അത് ഒരു അനുകമ്പ അറിയിക്കുന്നു, അല്ലെങ്കിൽ നമുക്കൊരു സങ്കടം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് എന്നുള്ളത് സത്യമാണ്. എന്നാൽ നമ്മളതിൻ്റെ സത്യം നമ്മൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമ്മൾ ഈ പുഷ്പം വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത ഒരു പുഷ്പം അവർ കൃഷി ചെയ്യും, നിരവധി മരുന്നുകൾ അടിച്ച് കൃഷി ചെയ്ത് നമ്മളുടെ ഇവിടെ വിപണിയിലെത്തിക്കും. നമ്മളത് തന്നെ ഉപയോഗിക്കും. അപ്പോൾ ഇവിടെ കഴിഞ്ഞിടയ്ക്ക് ഒരാളെടുത്തൊന്ന് ചോദിച്ചു, പലപ്പോഴും ഈ നേദ്യത്തിലൊക്കെ നിറയെ പുഷ്പങ്ങൾ അത്തപ്പൂ ഇട്ട് വെച്ചിരിക്കുന്ന പോലെ പുഷ്പങ്ങളൊക്കെ ഇട്ടിരിക്കുന്നതാണ്. അതിൽ കൂടുതലും ഈ അരളിപ്പൂവാണല്ലോ തിരുമേനി, അതെന്താണ് ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ കാണുന്നത്, എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നമ്മൾ പലപ്പോഴും ഞാൻ പറഞ്ഞ നേരത്തെ 35 വർഷങ്ങൾക്ക് മേളിലായിട്ട് പൂജ ചെയ്ത് വരുന്നതാണെന്നുള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയും. നമ്മളിപ്പം ഞാൻ സാധാരണഗതിക്ക് നമുക്ക് ഈ പുഷ്പത്തിൻ്റെയൊക്കെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം അറിയാമായിരുന്നത് കൊണ്ട് തന്നെ നേദ്യം കഴിഞ്ഞാൽ പൊതുവേ ചെത്തി തുളസി മാത്രമേ നേദ്യത്തിൽ ഇടാറുള്ളൂ, പിന്നെ കൂളം ഒക്കെ ഇടാറുള്ളൂ. അത് അങ്ങനെ ഇട്ടാൽ തന്നെ നമ്മൾ അതൊക്കെ മാറ്റിയിട്ടാണ് പലപ്പോഴും ഈ ഭക്തർക്ക് അത് പ്രസാദമായിട്ട് കൊടുക്കാറുണ്ട്. അപ്പോഴവർ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമെന്ന് പറയുന്നത്, ഇതെന്താ നേദ്യമൊന്നും നടത്തിയില്ലെങ്കിൽ തന്നേക്കാണ്, വെച്ചോടനെങ്കിൽ തരികയാണ് എന്നുള്ളതായിരിക്കും. അപ്പോൾ അതിനുശേഷം കാലക്രമത്തിൽ നമ്മളതെല്ലാം കൃത്യമായിട്ട് പൂജ ചെയ്യുന്നതാണ്, അതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കാറുണ്ട്. പക്ഷേ ഇത് പലപ്പോഴും മറ്റു പലയിടത്തും ചോദിക്കുന്ന അവസ്ഥ വരുമ്പോൾ തീർച്ചയായിട്ടും അവർ ആ പുഷ്പം അതിൽ നിന്ന് കളയാനൊന്നും ശ്രമിക്കില്ല. അപ്പോൾ ആ പുഷ്പം ഇതിനകത്ത് നിറച്ച് പുഷ്പങ്ങളൊക്കെ ഇട്ടായിരിക്കും അത് ചോദിക്കുക. അപ്പോൾ അതിൽ നമ്മളും ഒക്കെ തന്നെ ഇതിനകത്ത് ബോധവാന്മാരായി നമ്മളും അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പലപ്പോഴും ഇത്തരത്തിൽ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുമ്പോൾ അതുമെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ള എല്ലാവരും ഇത്തരത്തിൽ ഈ പുഷ്പങ്ങൾ ശ്രദ്ധയോടുകൂടി തന്നെ അതിനകത്ത് ഉപയോഗിക്കുമെന്നുള്ളത് സംശയമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ളതാണ് എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള ഈ പ്രചരണങ്ങൾ, വ്യാപകമായിട്ടുള്ള ഈ പ്രചരണങ്ങൾ നമ്മൾ വളരെ കരുതലോടെ തന്നെ നമ്മളതിനെ ജാഗ്രതയോടെ തന്നെ നമുക്കതിനെ സമീപിക്കേണ്ടതുണ്ട് എന്നത് നമ്മളെല്ലാവരും ഓർത്തിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. ജയ് ശ്രീറാം, ജയ് ഹിന്ദ്.